അബൂജഹൽ പ്രഖ്യാപിച്ചു, ഈ മേശപ്പുറത്ത് മുഹമ്മദിന്റെ കഴുത്തറുത്ത് തലയെടുത്ത് കൊണ്ടുവരുന്ന ആൾക്ക് ഞാൻ ചുവപ്പ് നിറമുള്ള 100 ഒട്ടകങ്ങളെ സമാനമായി കൊടുക്കുമെന്ന് പറഞ്ഞുപോയ അബൂജഹലിന്റെ വാക്ക് കേട്ടിട്ട് വീരേതിഹാസത്തോടെ ഉശിരോടെ ധീരനായിട്ട് വാഹനപ്പുറത്തേറിയിട്ട് കടന്നുപോയ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിന്റെ മാസ്മരികമായ വചനങ്ങൾക്ക് മുമ്പിൽ അലിഞ്ഞില്ലാതെയാവുകയാണ്. പിന്നെ ആ മനുഷ്യനെ കാണുന്നത് ബഹ്റൈനിൽ നിന്ന് ഒരു വലിയ പ്രമുഖനായ സമ്പന്നൻ മദീനയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് സുഗന്ധദ്രവ്യങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞ് അദ്ദേഹം അത് കൊടുത്തേക്കാണ്. ഭരണാധികാരി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ മനുഷ്യന്റെ ലക്ഷ്യം അത് സാധുക്കൾക്ക് കൊടുക്കാനാണ്. കാരണം നല്ല പളപ്പളപ്പുള്ള വസ്ത്രങ്ങളിൽ നാസാരന്ധ്രങ്ങളിലേക്ക് തുളച്ചു കയറുന്ന മനോഹരമായ സുഗന്ധങ്ങൾ അടിച്ചിട്ട് പല ആളുകളും പള്ളിയിലേക്ക് വരുമ്പോ അത് പുരട്ടാൻ വേണ്ടി ഒരു അത്തർ വാങ്ങാൻ, സുഗന്ധദ്രവ്യം വാങ്ങാൻ കയ്യിൽ പണമില്ലാത്തതിന്റെ പേരിൽ അതിന്റെ ആ മനോഹരമായ സുഗന്ധങ്ങൾ അനുഭവിക്കാനുള്ള ഭാഗ്യം നിഷേധിക്കപ്പെട്ട സാമ്പത്തികമായ അധസ്ഥിതിയിലേക്ക് പോയ ദരിദ്ര ജനങ്ങൾ, അവർക്ക് വേണ്ടിയാണ് ബഹ്റൈനിലെ സമ്പന്നൻ അത്തർ കൊടുക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ വലിയ ഒരു പാത്രത്തിലാണ് ഇത് കൊടുത്തയക്കുന്നത്. ഇത് ഈ തോലയായി ചെറിയ കുപ്പികളിലാക്കി പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യണം. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ അത്തിഖ ബീബി റളിയല്ലാഹു അൻഹ പരിശുദ്ധവാനായ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഭർത്താവേ, ഞാൻ ഏറ്റുകൊള്ളാം. അതിനെ ഓരോ ചെറിയ ചെറിയ കുപ്പികളിലേക്ക്, അളുക്കുകളിലേക്ക് ശേഖരിച്ച് അങ്ങനെ വ്യത്യസ്ത കുപ്പികളിലാക്കാനുള്ള കാര്യം ഞാൻ ഏറ്റെടുത്തു. അത്തിഖ ബീവിയോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്തിഖ, ഉമറിന്റെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല. കാരണം നീ അത് വലിയ കുപ്പിയിൽ നിന്ന്, പാത്രത്തിൽ നിന്ന് ഓരോ കൊച്ചു കൊച്ചു പളുങ്കുകളിലേക്ക്, കുപ്പികളിലേക്ക് അതിനെ ശേഖരിക്കുമ്പോ സ്വാഭാവികമായിട്ടും ആ ചെറിയ ദ്വാരങ്ങൾക്കിടയിലൂടെ നിന്റെ കൈവിരലുകൾക്ക് മുകളിലേക്ക് അത്തറിന്റെ ഓരോ ബിന്ദുക്കൾ, കണികകൾ ഒഴുകിപ്പരക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അത്തർ പരന്നുപോയ നിന്റെ കൈ രാത്രി ശയ്യ കൊള്ളാൻ എന്റെ കൂടെ എന്റെ റൂമിലേക്ക് നീ കടന്നു വരുമ്പോ സ്നേഹാർദ്രമായി നിന്റെ കൈ വിരലുകൾ എന്റെ ശരീരത്തിൽ തഴുകിത്തലോടുമ്പോ എന്നെ ആലിംഗനം ചെയ്യുന്ന, എന്നെ പുണരുന്ന നിന്റെ കൈവിരലുകളിൽ നിന്ന് ആ സുഗന്ധം ഒരിക്കലും അവകാശമില്ലാത്ത എന്റെ ശരീരത്തിൽ പുരളാനും അവസാനം ഉമർ അത് ഗന്ധം പിടിക്കുവാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് വേണ്ട അത്തിഖ. ഞാൻ പറയുന്നത് പ്രവാചക തിരുമേനിയുടെ ശിരച്ഛേദം നടത്താൻ വാളുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയെ പിന്നെ നമ്മൾ കാണുന്നത്, ആത്തിഖ, നീ ആ അത്തറിനെ വലിയ കുപ്പിയിൽ നിന്ന് ചെറിയ കുപ്പിയിലേക്കാക്കുന്ന ദൗത്യം ഏറ്റെടുക്കരുത്. കാരണം അന്യായമായ, അവിഹിതമായ, അർഹതപ്പെടാത്ത എന്തോ എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വരും എന്ന സാന്ദ്രമായ പേടിയും ദുഃഖവുമാണ് അതിനെ എന്നെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പരിവർത്തനമാണ്. അതാണ് മാനസിക പരിവർത്തനം എന്ന് പറയുന്നത്. ഒരു പ്രവാചക ശിഷ്യന്റെ മുമ്പിലേക്ക് ഒരു യാചകൻ കടന്നു വരികയാണ്. കൈകളിങ്ങനെ നീട്ടിയിട്ട് കരുണാർദ്രമായിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, വല്ലതും തരണേ. അപ്പൊ ഈ പ്രവാചകാനുചരൻ ഈ യാചകനായ ആഗതനെ തന്റെ വീട്ടുകോലായിൽ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പടിയടച്ച് പിണ്ടം വെക്കുകയല്ല. അതിന് പകരം ആ യാചകനായ, ആരാണെന്ന് പോലും അറിയാത്ത, ഒട്ടിയ വയറുള്ള, കുഴിഞ്ഞ കണ്ണുകളുള്ള ഒരു ദരിദ്ര പേക്കോലമായ അവശനായ ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ ഈ പ്രവാചകന്റെ അരുമ ശിഷ്യൻ സ്വീകരിക്കുന്ന ആ ശൈലി എത്രമേൽ ഹൃദ്യം, എത്രമേൽ സുരുചിരം. എന്താ പറഞ്ഞത്? മർഹബം ബിമൻ ജാഅ യഗ്സിലു ദുനൂബി, എന്റെ പാപങ്ങളെ കഴുകാൻ വന്നവനെ നിനക്ക് സുസ്വാഗതം. എങ്ങനെ ഇയാള് പാപം കഴുകാൻ വന്ന ആളായത്? എന്റെ വീട്ടുകോലായിലേക്ക് വല്ലതും തരണേ എന്ന് പറഞ്ഞ് ദീനാറിന്റെ ഒരു തുട്ട് നാണയത്തിന് വേണ്ടി കാത്തുകെട്ട് കഴിഞ്ഞ് എന്റെ വീട്ടുകോലായിൽ വന്ന് ഈ യാചന നടത്തുന്ന മനുഷ്യൻ എങ്ങനെ എന്റെ പാപങ്ങൾ
കഴുകിക്കളയുന്ന ഒരാളായി മാറും. ഇയാൾക്ക് ഞാൻ ഒരു സദക്ക കൊടുക്കുമ്പോ ഇയാളിലൂടെ അള്ളാഹു എന്നെ കൊണ്ടൊരു സദക്ക ചെയ്യിപ്പിച്ചു, ആ സദക്ക എന്റെ പാപത്തെ കഴുകും. ഞാൻ പറയുന്നത് പരിവർത്തനം ഹൃദയങ്ങളിൽ നിന്ന് രൂപപ്പെടുക. അതുകൊണ്ട് പ്രവാചകൻ ഖുലുഖ് എന്ന് പറഞ്ഞാൽ തന്നെ സ്വഭാവം എന്നാണ്. ഇത് നമ്മുടെ കുട്ടികളെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു ഫാക്ടറിയാണ്. ഇവിടെ പഠിപ്പിക്കുന്നത് അഖ്ലാഖാണ്. അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടി ഡിസ്റ്റിങ്ഷൻ നേടിയാലും നേടിയിട്ടില്ലെങ്കിലും അഖ്ലാഖ് ഉണ്ടെങ്കിൽ ആ കുട്ടി വിജയിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഉസ്താദ് ഇവിടെ പറഞ്ഞത് ഭൗതിക വിഷയങ്ങളെ കൈകാര്യം ചെയ്യും പോലെയല്ല മതസ്ഥാപനങ്ങളിലെ ധാർമ്മിക വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. കാരണം അതിവിടെ ജീവിക്കാനുള്ളതാണ്, ഒരു മനുഷ്യന്റെ പ്രാണവായുവാണ്. എല്ലാ മതക്കാരോടും ഇടപെടാൻ ഇത് ആവശ്യമാണ്. അതുകൊണ്ട് സ്വഭാവമായിരുന്നു തിരുനബി എന്ന് നമുക്ക് പറയാം. ഞാൻ എന്തിനാണ് നിയുക്തനായത്? എന്നെ അള്ളാഹു ഒരു പ്രവാചകനായിട്ട് നിയോഗിച്ചത് തന്നെ സമ്പൽ സമൃദ്ധമായ സ്വഭാവം പഠിപ്പിക്കാനാണ്. അപ്പൊ അള്ളാന്റെ റസൂൽ ഇങ്ങനെ വഴിയരികിലൂടെ സ്വഭാവം പഠിപ്പിച്ച് നടന്നു പോവായിരുന്നു. എന്തൊരു രമ്യതയുണ്ട് ആ ജീവിതത്തിന്. കാരണം അത് എല്ലാവരെയും തഴുകിത്തലോടുന്ന ഒരു മന്ദസമീരനും കുളിർത്തന്നലുമാണ്. അതാണ് സ്വഭാവം പഠിപ്പിക്കാൻ. സിറ്റുവേഷനലായിരുന്നു. ഇവിടെ എത്ര ഉദാഹരണങ്ങൾ ബഹാവുദ്ദീൻ ഉസ്താദ് പറഞ്ഞു. ഇവിടെ അയറാബി കയറി വന്നത്, എനിക്ക് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടണം എന്ന് പറഞ്ഞത്, നീ ഭോഗിക്കുന്ന പെണ്ണൊരുത്തി ഏതോ ഒരു ഉമ്മയാണ്, പെങ്ങളാണ്, പുത്രിയാണ് എന്ന് പറഞ്ഞ ആ ദഅവത്തിന്റെ രസതന്ത്രം അത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്കാണ് ഒലിച്ചിറങ്ങിയത്. അദ്ദേഹം പറയാണ്, ഞാൻ കയറി വരുമ്പോ എനിക്ക് ഏറ്റവും ആവശ്യമുണ്ടായിരുന്ന അവിഹിതം ഞാൻ ഇറങ്ങിപ്പോകുമ്പോ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും നീരസമുള്ള ഒന്നായി മാറി. അത് പ്രവാചക തിരുമേനിയുടെ സ്വഭാവ മഹിമയിൽ പകുത്തെടുത്ത പ്രബോധന ദൗത്യത്തിന്റെ അനുരണനമാണ്. ഇങ്ങനെ സ്വഭാവമായി നമ്മളൊക്കെ സ്വഭാവമായാൽ മതി. നമ്മൾ ഒരുപാട് സംസാരിക്കേണ്ട, നമ്മൾ ഒരുപാട് പുസ്തക പ്രസാദനം നടത്തേണ്ട, നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങളെ കെട്ടിപ്പൊക്കേണ്ട. നമ്മൾ സ്വഭാവമായാൽ മതി. അതാണ് ഖുലുഖ്. ഖാലിഖ് അല്ലാഹുവാണ്, മഖ്ലൂഖ് നമ്മളാണ്, അല്ലെ? ഖുലുഖ് സ്വഭാവമാണ്. എന്നിട്ട് പ്രവാചക തിരുമേനി പറയാണ്, ഈ സ്വഭാവത്തെ പൂർത്തിയാക്കാൻ, സ്വഭാവത്തിന്റെ മാന്യതയെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അധ്യാപകനായിട്ടാണ് ഞാൻ കടന്നു വന്നത്. ടീച്ചർ ഓഫ് ബിഹേവിയറൽ സയൻസ്, ടീച്ചർ ഓഫ് മോറൽസ്, ടീച്ചർ ഓഫ് വാല്യൂസ്, അല്ലേ? ജീവിതത്തിൽ നന്മ മാത്രം പഠിപ്പിക്കുന്ന ഒരു ആചാര്യൻ. അത് ഏത് മതക്കാര് വന്നാലും, അല്ലേ? ഇന്ന മതക്കാരനോട് ഇന്ന രീതിശാസ്ത്രം എന്നല്ലല്ലോ, എല്ലാവരോടും ഒരേ മോട്ടോ, ഒരേ പോളിസി. നമ്മുടെ ജീവിതത്തിന് ഒരു നിലപാട് വേണം എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് സ്വഭാവങ്ങളെ പഠിപ്പിച്ചു. റെസ്പെക്ട് ഒരു സ്വഭാവമാണ്, മേഴ്സി ഒരു സ്വഭാവമാണ്, ഫൊർഗീവ്നെസ് ഒരു സ്വഭാവമാണ്, ലവ് ഒരു സ്വഭാവമാണ്, കെയർ ഒരു സ്വഭാവമാണ്, കൺസിഡറേഷൻ ഒരു സ്വഭാവമാണ്. ഇതെല്ലാം സ്വഭാവമാണെങ്കിൽ സയ്യിദുൽ അഖ്ലാഖ്, ഞാൻ അഖ്ലാഖ് പഠിപ്പിക്കാൻ വന്ന അധ്യാപകനാണ് എന്ന് പറഞ്ഞ പ്രവാചക തിരുമേനി പറയാണ്, സ്വഭാവങ്ങളുടെ കൂട്ടത്തിലും ഒരു ലീഡർ ഉണ്ട്. ആരാ പറയണത്? മനുഷ്യന്മാരുടെ സയ്യിദുൽ ബശർ, മനുഷ്യന്മാരുടെ ലീഡർ പറയാണ്, സ്വഭാവത്തിന് ഒരു ലീഡർ ഉണ്ട്. ഏതാണ്? അസ്വബ്റു സയ്യിദുൽ അഖ്ലാഖ്, ക്ഷമയാണ് സ്വഭാവങ്ങളുടെ നേതാവ്. അപ്പൊ ക്ഷമ, ഒരു മനുഷ്യൻ ആദ്യം പഠിക്കേണ്ടത് ക്ഷമയാണ്, സഹനശക്തിയാണ്. സഹനമുണ്ടെങ്കിൽ മറ്റുള്ളവർ തോറ്റുപോവുകയും നമ്മൾ അറിയാതെ ജയിക്കുകയും ചെയ്യാണ്. ഒരു മനുഷ്യന് ക്ഷമയുണ്ടെങ്കിൽ അവന് ശബ്ദമുയർത്താതെ ജയിക്കാൻ സാധ്യമാവുകയാണ്. ഒരു മനുഷ്യന് സഹനശക്തി ഉണ്ടെങ്കിൽ കായികമായ അധ്വാനങ്ങളിൽ ഏർപ്പെടാതെ മറ്റുള്ളവരെ തോൽപ്പിക്കാൻ കഴിയാണ്. അപ്പൊ ഇവന്റെ വജ്രായുധം അവന്റെ മന്ദസ്മിതമാണ്, അവന്റെ ശാന്തശാലീന സ്വരൂപനായിട്ടുള്ള ഇടപെടലാണ്. അവനിങ്ങനെ ജനഹൃദയങ്ങളിലേക്ക് ഒഴുകിപ്പരക്കുന്നു, കയറി പോകുന്നു. എങ്ങനെ? അവന്റെ ശാന്ത സ്വഭാവം കൊണ്ടാണ്. സ്വഭാവമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കമനീയത എന്ന് എത്ര മനോഹരമായിട്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് ഓരോ പ്രവാചകന്മാരെ പറ്റിയും അല്ലാഹു തആല ഖുർആനിൽ ഇങ്ങനെ പേര് വിളിച്ചു പറയുന്നുണ്ട്. ഇന്ന ഇബ്രാഹീമ ഇന്നഹു ഹലീമുൻ അവ്വാഹുൻ മുനീബ്.
ഇബ്രാഹിം നബിയെ പറ്റി പറയുന്നത് സഹനശീലനാണ്, അവ്വാഹുൻ മുനീബാൻ, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന അടിമയാണ് എന്റെ ഇബ്രാഹിം പ്രവാചകൻ. ഇസ്മായിൽ നബിയെ പറ്റി പറയുന്നതോ ഇന്നഹു കാന സ്വാദിഖൽ വഅദ്, കരാർ പൂർത്തിയാക്കുന്ന ആളാണ് എന്റെ ഇസ്മായിൽ പ്രവാചകൻ. നൂഹ് നബിയെ പറ്റി അല്ലാഹു തആല പറയുന്നത് ഇന്നഹു കാന അബ്ദൻ ശകൂറാ, എന്റെ നൂഹ് പ്രവാചകൻ ഒരു നന്ദിയുള്ള അടിമയായിരുന്നു. യഹ്യാ നബിയെ പറ്റി പറയുന്നതോ വകാന ബർറം ബിവാലിദൈഹി, മാതാപിതാക്കളോട് സത്വഗുണങ്ങൾ പ്രകടിപ്പിച്ചു ഗുണവാനായിരുന്നു. ഇങ്ങനെ ഓരോ പ്രവാചകന്മാരെ പറ്റിയും അല്ലാഹു തആല ഖുർആനിൽ ഇങ്ങനെ പേരെടുത്ത് പരാമർശിക്കുമ്പോ മുഹമ്മദ് മുസ്തഫ തിരുമേനിയുടെ ഏത് ക്യാരക്ടറാണ് അള്ളാഹു എടുത്തു കാണിക്കുന്നത് അല്ലേ? ഒരു പ്രവാചകൻ മാതാപിതാക്കളോട് ഗുണവാൻ, ഒരു പ്രവാചകൻ സ്വാദിഖുൽ വഅദ്, ഒരു പ്രവാചകൻ അബ്ദുൻ ശകൂർ, ഒരു പ്രവാചകൻ ഹലീമുൻ അവ്വാഹുൻ മുനീബ്. അപ്പൊ മുഹമ്മദ് നബിയോ റസൂലുള്ളാഹിനെ തന്നെ വിളിച്ചിട്ട് അല്ലാഹു പറയാൻ വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, അങ്ങ് സ്വഭാവമാണ്. അപ്പൊ ഈ ബാക്കിയുള്ള പ്രവാചകന്മാരെ പറ്റി പറഞ്ഞത് മുഴുവൻ ഈ സ്വഭാവം എന്ന് പറയുന്ന ഒറ്റ പദത്തിൽ ഉൾപ്പെട്ടു. അങ്ങ് സ്വഭാവമാണ്. സ്വഭാവം